ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പോസ്റ്റൽ വോട്ട് പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹൈക്കോടതി. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ആരു നൽകുമെന്ന് കോടതി. നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തവരാണ് 20,000 ജീവനക്കാരെന്ന് കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർബന്ധ ബുദ്ധി എന്തിനെന്നും ഹൈക്കോടതി ചോദിച്ചു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, വോട്ടവകാശമുള്ള, വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വോട്ടർക്ക് വോട്ട് നിഷേധിക്കപ്പെടുക എന്ന സാഹചര്യം നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് സാങ്കേതികതയെ കൂട്ടുപിടിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. കോടതിയിൽ നിന്ന് കേൾക്കുന്നത് അതുകൊണ്ടാണ്. പോസ്റ്റൽ വോട്ട് പ്രതിസന്ധിയിൽ ഒരു സംഘടനകളും സർവീസ് സംഘടനകളും ഒരു കൂട്ടം പോളിംഗ് ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള കടുത്ത ചോദ്യം, കടുത്ത വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നത്, ഉന്നയിക്കുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ആര് നൽകും എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. എന്താണ് ഈ പോസ്റ്റൽ ബാലറ്റ് വൈകുന്നതിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുന്നതിൽ സംഭവിച്ചതെന്ന കാര്യവും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ചോദിച്ചു. ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തവരാണ് 20,000-ലധികം പോളിംഗ് ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ. അത്രയും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനായിട്ടില്ല. പോസ്റ്റൽ വോട്ട് ചെയ്യാനാകാത്തത് ഗൗരവതരമാണ് എന്നുകൂടി ഹൈക്കോടതി പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർബന്ധ ബുദ്ധി എന്തിന് എന്ന കാര്യം കൂടിയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. കമ്മീഷന്റെ നിലപാട് ദൗർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ്. ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതര വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് കോടതി.